പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവിന്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വചിച്ചു, പരിശുദ്ധാത്മാവാൽ മറിയം ഗർഭം ധരിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിലാകട്ടെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവേശ്വര, മാലാഖയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോ മിശിഹായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പീഡാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായ ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എന്നേക്കും. ആമേൻ. ആമേൻ. ഈശോയെ നന്ദി. ഈശോയെ നന്ദി. കർത്താവെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈ പ്രഭാതത്തിൽ സർവസൃഷ്ട പ്രപഞ്ചങ്ങളോടും ചേർന്ന് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന ത്രിയേക ദൈവമേ, എന്റെ ഹൃദയത്തിൽ വസിക്കുന്ന ത്രിയേക ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഈ ദിവസം കർത്താവിന്റെ ദിവസമാകുന്നു. ഈ ദിവസം ഈ ദിവസം കർത്താവിന്റെ ദിവസമാകുന്നു. ഈ ദിവസം കർത്താവിന്റെ ദിവസമാകുന്നു. ഈ ദിവസം അനുഗ്രഹത്തിന്റെ ദിവസമാകുന്നു. ഈ ദിവസം അനുഗ്രഹത്തിന്റെ ദിവസമാകുന്നു. ഈ ദിവസം മഹത്തായ അനുഗ്രഹത്തിന്റെ ദിവസമാകുന്നു. ഈ ദിവസം മഹത്തായ അനുഗ്രഹത്തിന്റെ ഈ ദിവസമാകുന്നു. ദിവസം സന്തോഷത്തിന്റെ ദിനമാകുന്നു. ഈ ദിവസം സന്തോഷത്തിന്റെ ദിവസമാകുന്നു. മഹത്തായ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് നന്ദി പറയുന്നു. മഹത്തായ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് നന്ദി പറയുന്നു. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നു. 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 മഹത്തായ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് നന്ദി പറയുന്നു. മഹത്തായ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി നൽകുന്നതിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങൾ എന്റെ മേൽ നിറച്ചതിന് 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 നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് എന്നെ നിറച്ചതിന് നന്ദി പറയുന്നു.
പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് എന്നെ നിറച്ചതിനെ നന്ദി പറയുന്നു. ഞാൻ അനുഗ്രഹമാകുന്നു. ഞാൻ അനുഗ്രഹമാകുന്നു. ഞാനൊരു അനുഗ്രഹമാകുന്നു. അനുഗ്രഹമാകുന്നു. ഈശോയുടെ രക്തത്താൽ ഞാൻ പരിപൂർണമായും പാപമോചനം നേടിയിരിക്കുന്നു. ഈശോയുടെ രക്തത്താൽ ഞാൻ പരിപൂർണമായും പാപമോചനം നേടിയിരിക്കുന്നു. ഈശോയുടെ രക്തത്താൽ ഞാൻ 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 ഞാൻ പാപമോചനം നേടിയിരിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈശോയുടെ രക്തത്തിൽ ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഈശോയുടെ രക്തത്തിൽ രക്തത്തിനെ ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഓരോ ദിവസവും ഓരോ ദിവസവും ദിവസവും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കുന്നതിനെ നന്ദി പറയുന്നു. കൂടുതൽ കൂടുതൽ അനുഗ്രഹിക്കുന്നതിനെ നന്ദി പറയുന്നു. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഞാൻ അനുഗ്രഹമാകുന്നു. ഞാൻ അനുഗ്രഹമാകുന്നു. എന്റെ ഇടവക അനുഗ്രഹമാകുന്നു. എന്റെ ഇടവക അനുഗ്രഹമാകുന്നു. എന്റെ കുടുംബം അനുഗ്രഹമാകുന്നു. എന്റെ കുടുംബം അനുഗ്രഹമാകുന്നു. എന്റെ മക്കൾ അനുഗ്രഹമാകുന്നു. എന്റെ മക്കൾ അനുഗ്രഹമാകുന്നു. മഹത്തായ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി നൽകുന്നതിനെ നന്ദി പറയുന്നു. മഹത്തായ അനുഗ്രഹങ്ങൾ സമൃദ്ധമായി നൽകുന്നതിനെ നന്ദി പറയുന്നു. ആരോട് പറഞ്ഞാലും ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത മഹത്തായ അനുഗ്രഹങ്ങൾ നൽകുന്നതിനെ നന്ദി പറയുന്നു. അനുഗ്രഹങ്ങൾ നൽകുന്നതിനെ നന്ദി പറയുന്നു. കർത്താവിന്റെ ജ്ഞാനം എന്റെ മേലുണ്ട്. വിശ്വാസവരം എന്റെ മേലുണ്ട്. വരം എന്റെ മേലുണ്ട്. അത്ഭുതവരവും രോഗശാന്തി വരവും എന്റെ മേൽ നിക്ഷേപിച്ചിരിക്കുന്നു. അത്ഭുതവരവും രോഗശാന്തിവരവും എന്റെ മേൽ നിക്ഷേപിച്ചിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ ഞാൻ നിറയപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാൽ ഞാൻ നിറയപ്പെട്ടിരിക്കുന്നു. ഞാൻ സ്നേഹമുള്ള വ്യക്തിയാകുന്നു. ഞാൻ സ്നേഹമുള്ള വ്യക്തിയാകുന്നു. ഞാൻ സന്തോഷമുള്ള വ്യക്തിയാകുന്നു. ഞാൻ സന്തോഷമുള്ള വ്യക്തിയാകുന്നു. ഞാൻ സമാധാനമുള്ള വ്യക്തിയാകുന്നു. ഞാൻ സമാധാനമുള്ള വ്യക്തിയാകുന്നു. ഞാൻ ശാന്തതയുള്ള വ്യക്തിയാകുന്നു. ഞാൻ ശാന്തതയുള്ള വ്യക്തിയാകുന്നു. കർത്താവിന്റെ ജ്ഞാനം നിറഞ്ഞ വ്യക്തിയാകുന്നു. കർത്താവിന്റെ ജ്ഞാനം വ്യക്തിയാകുന്നു. ദൈവീക ജ്ഞാനത്താൽ ഞാൻ നിറയപ്പെട്ടിരിക്കുന്നു. ദൈവിക ജ്ഞാനത്താൽ നിറയപ്പെട്ടിരിക്കുന്നു. പരിപൂർണമായ വിടുതൽ നൽകിയതിനെ നന്ദി പറയുന്നു. പരിപൂർണമായ വിടുതൽ നൽകിയതിനെ നന്ദി പറയുന്നു. എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കിയതിന് നന്ദി പറയുന്നു. എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കിയതിനെ നന്ദി പറയുന്നു. ഞാൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാകുന്നു. ഞാൻ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാകുന്നു. എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും അനുഗ്രഹങ്ങൾ കടന്നു വരുന്നു. എന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലേക്കും അനുഗ്രഹങ്ങൾ കടന്നു വരുന്നു. ഓരോ ദിവസവും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഞാൻ കൂടുതൽ കൂടുതൽ അനുഗ്രഹം പ്രാപിക്കുന്നു. ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും ഞാൻ കൂടുതൽ അനുഗ്രഹം പ്രാപിക്കുന്നു. ഓരോ ദിവസവും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഞാൻ കൂടുതൽ കൂടുതൽ സമൃദ്ധി പ്രാപിക്കുന്നു. ഞാൻ കൂടുതൽ സമൃദ്ധി പ്രാപിക്കുന്നു. ഞാൻ ദൈവകൃപ നിറഞ്ഞ വ്യക്തിയാകുന്നു. ഞാൻ ദൈവകൃപ നിറഞ്ഞ വ്യക്തിയാകുന്നു. ജ്ഞാനം നിറഞ്ഞ വ്യക്തിയാകുന്നു. ജ്ഞാനം നിറഞ്ഞ വ്യക്തിയാകുന്നു. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഞാൻ സ്നേഹമുള്ള വ്യക്തിയാകുന്നു. ഞാൻ സ്നേഹമുള്ള വ്യക്തിയാകുന്നു. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു.
ഞാൻ ഞാൻ എല്ലാവരെയും എല്ലാവരെയും സ്നേഹിക്കുന്നു. സ്നേഹിക്കുന്നു. എന്റെ ചുറ്റുപാടുമുള്ള എല്ലാ വ്യക്തികളെയും ഞാൻ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്റെ എന്റെ ചുറ്റുപാടുമുള്ള എല്ലാ വ്യക്തികളെയും ഞാൻ സ്നേഹിക്കുകയും എന്റെ അനുഗ്രഹിക്കുകയും എല്ലാ ചെയ്യുന്നു. അയൽപക്കക്കാരെയും ഞാൻ സ്നേഹിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്റെ എല്ലാ അയൽപക്കക്കാരെ അയൽവക്കക്കാരെയും ഞാൻ സ്നേഹിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. എല്ലാവരിൽ നിന്ന് സ്നേഹവും ബഹുമാനവും ഞാൻ സ്വീകരിക്കുന്നു. എല്ലാവരിൽ എല്ലാവരിൽ നിന്ന് നിന്ന് സ്നേഹവും ബഹുമാനവും സ്വീകരിക്കുന്നു. ഞാൻ എവിടെ പോയാലും എന്തു ചെയ്താലും എല്ലാവരും എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. ഞാൻ ഞാൻ എവിടെ എന്ത് പോയാലും ചെയ്യുമ്പോഴും എല്ലാവരും എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. എന്റെ എല്ലാ ഉദ്യമങ്ങളിലും വിജയം നൽകുന്നതിനെ നന്ദി പറയുന്നു. എന്റെ എല്ലാ ഉദ്യമങ്ങളിലും വിജയം നൽകുന്നതിന് നന്ദി പറയുന്നു. എന്റെ എല്ലാ ഉദ്യമങ്ങളിലും എന്റെ എല്ലാ ഉദ്യമങ്ങളിലും വിജയം നൽകുന്നതിനെ നന്ദി പറയുന്നു. വിജയം നൽകുന്നതിനെ നന്ദി പറയുന്നു. കർത്താവ് എന്റെ മുന്നിലുണ്ട്, കർത്താവിന്റെ മുന്നിലുണ്ട്, കർത്താവിന്റെ പിന്നിലുണ്ട്, കർത്താവിന്റെ പിന്നിലുണ്ട്, കർത്താവിന്റെ ഇടത്തും വലതു ഭാഗത്തുമുണ്ട്, കർത്താവിന്റെ ഇടത്തും വലത്തുഭാഗത്തുമുണ്ട്, കർത്താവിന്റെ ശിരസിന് മുകളിലുണ്ട്, കർത്താവിന്റെ മുകളിലുണ്ട്, കർത്താവിന്റെ കാലിന് ചുറ്റുമുണ്ട്, കർത്താവിന്റെ കാലിന് ചുറ്റുമുണ്ട്, കർത്താവിന്റെ ഉള്ളിലുണ്ട്, കർത്താവ് എന്റെ ഉള്ളിലുണ്ട്, കർത്താവ് എനിക്ക് ചുറ്റുമുണ്ട്, കർത്താവ് എനിക്ക് ചുറ്റുമുണ്ട്, കർത്താവാണ് എനിക്ക് സംരക്ഷണവും പരിചയവും കോട്ടയും, കർത്താവാണ് എനിക്ക് പരിചയം സംരക്ഷണവും കോട്ടയും. ഒരു തിന്മയും എന്നെ സമീപിക്കുകയില്ല, ഒരു തിന്മയും എന്നെ സമീപിക്കുകയില്ല. ഞാൻ പൂർണ്ണമായും സുരക്ഷിതനാകുന്നു. ഞാൻ പൂർണ്ണമായും സുരക്ഷിതയാകുന്നു. യേശുവിന്റെ രക്തത്താൽ ഞാൻ വാക്സിനേഷൻ എടുത്തിരിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ ഞാൻ വാക്സിനേഷൻ എടുത്തിരിക്കുന്നു. യേശുവിന്റെ രക്തത്തിൽ ഞാൻ വാക്സിനേഷൻ എടുത്തിരിക്കുന്നു. യേശുവിന്റെ രക്തത്തിൽ ഞാൻ വാക്സിനേഷൻ എടുത്തിരിക്കുന്നു. യേശുവിന്റെ രക്തത്തിൽ ഞാൻ സുരക്ഷിതനാകുന്നു. യേശുവിന്റെ രക്തത്തിൽ ഞാൻ സുരക്ഷിതനാകുന്നു. എന്റെ കുടുംബാംഗങ്ങൾ സുരക്ഷിതരാകുന്നു. എന്റെ കുടുംബാംഗങ്ങൾ സുരക്ഷിതരാകുന്നു. എന്റെ ജീവിത പങ്കാളി സുരക്ഷിതമാകുന്നു. എന്റെ ജീവിത പങ്കാളി സുരക്ഷിതമാകുന്നു. എന്റെ മക്കൾ സുരക്ഷിതരാകുന്നു. എന്റെ മക്കൾ സുരക്ഷിതരാകുന്നു. എന്റെ എല്ലാ പ്രിയപ്പെട്ടവരും ബന്ധുമിത്രാദികളും സുരക്ഷിതരാകുന്നു. എന്റെ എല്ലാ പ്രിയപ്പെട്ടവരും ബന്ധുമിത്രാദികളും സുരക്ഷിതരാകുന്നു. എന്റെ ഇടവകയിലുള്ള എല്ലാവരും സുരക്ഷിതരാകുന്നു. എന്റെ ഇടവകയിലുള്ള എല്ലാവരും സുരക്ഷിതരാകുന്നു. എന്റെ ഇടവകയിലുള്ള എല്ലാവരും സുരക്ഷിതരാകുന്നു. എന്റെ ഇടവകയിലുള്ള എല്ലാവരും സുരക്ഷിതരാകുന്നു. സ്വർഗീയ വേലി കെട്ടി സംരക്ഷിച്ചതിനെ നന്ദി പറയുന്നു. സ്വർഗീയ വേലി കെട്ടി സംരക്ഷിച്ചതിനെ നന്ദി പറയുന്നു. ഓരോ ദിവസവും ഞാൻ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുന്നു. ഓരോ ദിവസവും ഞാൻ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുന്നു. ഓരോ ദിവസവും അതിരാവിലെ പ്രഭാതത്തിൽ ഞാൻ ഉണർന്നെഴുന്നേൽക്കുന്നു. ഓരോ ദിവസവും അതിരാവിലെ പ്രഭാതത്തിൽ ഞാൻ ഉണർന്നെഴുന്നേൽക്കുന്നു. എല്ലാ ദിവസവും ഞാൻ ഏകാന്തമായി ധ്യാനത്തിൽ ലയിച്ചിരിക്കുന്നു. എല്ലാ ദിവസവും ഞാൻ ഏകാന്തമായ ധ്യാനത്തിൽ ലയിച്ചിരിക്കുന്നു. എല്ലാ ദിവസവും ദൈവവചനം ഞാൻ വായിക്കുന്നു. എല്ലാ ദിവസവും ദൈവവചനം ഞാൻ വായിക്കുന്നു. അനുഗ്രഹത്തിന്റെ വാഗ്ദാനമടങ്ങിയ വചനങ്ങൾ അനുഗ്രഹത്തിന്റെ വാഗ്ദാനമടങ്ങിയ വചനങ്ങൾ ഞാൻ ഏറ്റുപറയുന്നു. ഞാൻ ഏറ്റുപറയുന്നു. ദൈവവചനങ്ങൾ, അനുഗ്രഹത്തിന്റെ വചനങ്ങൾ ഞാൻ ഏറ്റുപറയുന്നു. ദൈവവചനങ്ങൾ, അനുഗ്രഹത്തിന്റെ വചനങ്ങൾ ഞാൻ ഏറ്റുപറയുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞാൻ എല്ലാ ദിവസവും സ്വീകരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഞാൻ എല്ലാ ദിവസവും സ്വീകരിക്കുന്നു. ഈശോയെ നന്ദി. ഈശോയെ കർത്താവേ, നിന്റെ ആത്മാവിനെ ലോകം മുഴുവനും അയക്കണമേ. കർത്താവേ, നിന്റെ ആത്മാവിനെ ലോകം മുഴുവൻ അയക്കണമേ. നിന്റെ കരങ്ങൾ ഈ ലോകം മുഴുവന്റെ മേലും നീട്ടണമേ. നിന്റെ കരങ്ങൾ ഈ ലോകം മുഴുവന്റെ മേൽ നീട്ടണമേ. നീ സൗഖ്യം നൽകണമേ. ലോകത്തിന്റെ മേൽ സൗഖ്യം നൽകണമേ. നീ സൗഖ്യം നൽകണമേ. സൗഖ്യം നൽകണമേ. ദൈവത്തിന്റെ ആത്മാവ് ലോകം മുഴുവനും നിറയട്ടെ. ദൈവത്തിന്റെ ആത്മാവ് ലോകം മുഴുവൻ നിറയട്ടെ.
ഈ ലോകം മുഴുവനും ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ലോകം മുഴുവനും ഈശോയെ സ്വീകരിക്കുവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ലോകം മുഴുവനും ഈശോയെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ ലോകം മുഴുവനും ഈശോയെ രക്ഷകനും നാഥനുമായി സ്വീകരിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ രാജ്യം വരണമേ. കർത്താവേ, നിന്റെ രാജ്യം വരണമേ. കർത്താവേ, നിന്റെ രാജ്യം വരണമേ. കർത്താവേ, നിന്റെ രാജ്യം വരണമേ. ഈശോയെ നന്ദി. ഈശോയെ നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ദൈവവചനം വിചിന്തനത്തിനായിട്ട് എടുത്തിരിക്കുന്നത് പുറപ്പാടിന്റെ പുസ്തകം 26-ാം തിരുവചനം. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാകുന്നു. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാകുന്നു. എങ്ങനെയാണ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ഇന്ന് വിചിന്തനത്തിനായിട്ട് എടുത്തിരിക്കുന്നത് സെൽഫ് ഹീലിംഗ് എന്ന ഒരു വിഷയത്തെ കുറിച്ചാണ്. എങ്ങനെ നമ്മൾ സ്വയം സൗഖ്യപ്പെടുന്നു, അതിൻ്റെ ഒരു പ്രോസസ്സാണ്. നമുക്ക് എപ്പോൾ നോക്കിയാലും ദൈവത്തിൻ്റെ വലിയ സൗഖ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. സെൽഫ് ഹീലിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഗാനങ്ങൾ പാടിയിട്ട് നമ്മൾ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രധാനമായിട്ടും നമ്മൾ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. രണ്ടാമതായിട്ട് നമ്മൾ ആ സ്തുതിപ്പിലും ആരാധനയിലൂടെ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ, നമ്മൾ ഒരു കൂട്ടായ്മയിലാണെങ്കിൽ നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥന നമുക്ക് തുടരാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏകാന്തമായിട്ട് നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ, നമ്മൾ വീട്ടിലിരിക്കുകയാണ് ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ്റെ സ്റ്റേറ്റിലേക്ക് പോകാം. മെഡിറ്റേഷൻ്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നതും ഒരുമിച്ച് ബൈബിൾ പറയുകയാണ്, വെളിപാട്, ഒന്നാലേ നീ ചൂടുള്ളവനാകുക, അല്ലെങ്കിൽ നീ തണുത്തവനാകുക. ചൂടുള്ളവനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നല്ല അഭിഷേകത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോഴും ആ വലിയ സൗഖ്യത്തിൻ്റെ കൃപ, അനുഗ്രഹത്തിൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുകുന്നുണ്ട്. അതിൻ്റെ അഭിഷേക അഗ്നി നമ്മിലേക്ക് ഒഴുകുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മുടെ മനസ്സിനെ വളരെ ഡീപ്പായിട്ടുള്ള ട്രാൻസിലേക്ക് കൊണ്ടുപോകുക. അപ്പം അത് നമ്മുടെ ഉള്ളിലുള്ള ആന്തരികമായ ശക്തി ഒരു 90% കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ മെഡിറ്റേഷനിലേക്ക് നീങ്ങാം. അപ്പം അങ്ങനെ നമ്മൾ മെഡിറ്റേഷനിലേക്ക് നീങ്ങി, അതാണ് രണ്ടാമത്തെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഒന്നാലെ നമ്മൾ സ്തുതിച്ച് നമ്മൾ ഹീലിംഗ് പ്രയറിലേക്ക് കടക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മെഡിറ്റേഷൻ പൊസിഷനിലേക്ക്, ഈ മെഡിറ്റേഷൻ പൊസിഷനിലേക്ക് കടക്കാൻ വേണ്ടി നമുക്ക് പ്രോഗ്രസീവ് റിലാക്സേഷൻ, അത് നമ്മൾ ശരീരത്തിൻ്റെ ശിരസ് മുതൽ കാൽപാദം വരെയും ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും നമ്മൾ വിശ്രമം കൊടുത്ത് പൂർണ്ണമായി വിശ്രമാവസ്ഥയിലാകുമ്പോൾ നമ്മുടെ ബ്രെയിനിൻ്റെ ഫ്രീക്വൻസി 7 to 14 ആ ലെവലിലാകുമ്പോൾ ആൽഫ വേവ്സ് വർക്ക് ചെയ്യാൻ തുടങ്ങും. അതൊരു ഹീലിംഗ് പവറാണ്. അതുകൊണ്ടാണ് നമ്മൾ മെഡിറ്റേഷനിൽ നമ്മൾ ഈ റിലാക്സേഷൻ പരിപാടി ചെയ്യുന്നതിൻ്റെ കാരണം. അപ്പോഴാണ് നമുക്ക് ഈ ഡിവൈൻ റെലത്തിലേക്ക് നമുക്ക് ഉയരാൻ പോലും പറ്റുന്നത്. അപ്പോഴാണ് മനസ്സിന് നമ്മൾ ഏകാഗ്രമാക്കി വിശ്രമം കൊടുക്കുക എന്നുള്ളത് ഒരു ട്രാൻസ് എക്സ്പീരിയൻസ് ആണ്. അതിനെയാണ് ഒരു മിസ്റ്റിക്കൽ കണ്ടംപ്ലേറ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പം അത് നമ്മൾ നീങ്ങുന്നത് നല്ലതാണ്. അതിനുശേഷം നമ്മുടെ ഈശോയെ നമ്മൾ കാണണം. ഈശോയെ കണ്ട് ഉത്ഥാനം ചെയ്ത ഈശോയെ നമ്മൾ മനസ്സിൽ കാണണം. ഉത്ഥാനം ചെയ്ത ഈശോയെ മനസ്സിൽ കണ്ട് ഉത്ഥാനം ചെയ്ത ഈശോയെ നമ്മൾ ആത്മാവായിട്ട് കാണുക. ഒരു 5 അടി ദൂരെയായിട്ട് നമ്മളെ മനസ്സിൽ ഏകാഗ്രമായിട്ട് ഈശോയെ, ഉത്ഥാനം ചെയ്ത ഈശോ, ആത്മാവായ ഈശോ,
ശിഷ്യന്മാർ എവിടെയായിരുന്നപ്പോഴും ഈശോ ആത്മാവായതുകൊണ്ട്, ശരീരത്തിലായിരുന്നപ്പോൾ ഈശോയ്ക്ക് അത് സാധിച്ചിരുന്നില്ല. ഈശോ അവരുടെ കൂടെ നടക്കുകയായിരുന്നു. ഇത് വാതിലടച്ചിരിക്കുമ്പോഴും അവരുടെ ഉള്ളിലേക്ക് കടന്നു വന്നു. ഉത്ഥാനം ചെയ്ത ഈശോയാണ് നമ്മുടെ മുമ്പിലേക്ക് വരുന്നത്. ആ ഈശോയെ നമ്മൾ ഭാവനയിൽ കാണണം. ഒരു ആത്മാവായിട്ട്, സ്പിരിറ്റ് ബോഡിയായിട്ട് ഈശോയെ കാണണം. ഒരു 5 അടി ദൂരത്തിൽ നമ്മൾ കാണാം. അതിനുശേഷം ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഒരു സ്വർഗീയ പ്രകാശം വരുന്നതായിട്ട് നമ്മൾ ഭാവനയിൽ കാണുക. നമ്മൾ മനസ്സിലത് സങ്കല്പിക്കണം. അങ്ങനെ നമ്മൾ ഒരു സ്വർണത്തിൻ്റെ പ്രകാശം, ഒരു സ്വർഗീയ പ്രകാശം, ഒരു ഗോൾഡൻ റേസ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നതായി, ഒരു ഹീലിംഗ് പ്രകാശമായിട്ട് വരുന്നതായിട്ട് കാണണം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും അവയവം, ഉദാഹരണമായി കിഡ്നി ഡാമേജഡ് ആണെന്ന് വിചാരിക്കുക, ആ കിഡ്നിയുടെ സെല്ലിലേക്ക്, കിഡ്നിയുടെ മേലെ കർത്താവിൻ്റെ പ്രകാശം എന്ന് നിറയുന്നതായിട്ട് കണ്ട് നമ്മൾ തന്നെ പറയണം, ഓൾ ദ സെൽസ് ഓഫ് മൈ കിഡ്നി ആർ റീജനറേറ്റഡ്. എൻ്റെ കിഡ്നിയുടെ ഓരോ കോശങ്ങളെയും കർത്താവിൻ്റെ ദിവ്യമായ സൗഖ്യത്തിൻ്റെ അഭിഷേകത്താൽ പുനഃസൃഷ്ടി ചെയ്തതിന് നന്ദി പറയുന്നു. പുനഃസൃഷ്ടി ചെയ്തതിന് നന്ദി പറയുന്നു. കിഡ്നിയുടെ കോശങ്ങളെ, മൈ ക്രയാറ്റിൻ ഈസ് കമ്മിങ് ഡൗൺ, മൈ ക്രയാറ്റിൻ ഈസ്, കിഡ്നിയുടെ കോശങ്ങളെ പുനഃസൃഷ്ടി ചെയ്യുക. അതുപോലെ തന്നെ ലിവർ ആണെങ്കിൽ, ലിവർ സിറോസിസ് ആണെങ്കിൽ അതിൻ്റെ സ്വെല്ലിംഗ് ഒക്കെ കംപ്ലീറ്റ് ആ പ്രകാശം എന്ന് നിറഞ്ഞ് all the inflammations are dried out, all the inflammations are dried out, all the cells of my liver is regenerated. ഇതുപോലെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളിലേക്ക് ഈശോയുടെ പ്രകാശം വരണം. ഒരു ഹൃദയ സംബന്ധമായ ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ആ ഹൃദയത്തിൻ്റെ മേഖലയ്ക്ക് ഈശോയുടെ പ്രകാശം വന്ന് through the arteries, it is the blood of Jesus passing through the arteries. All the blocks are flushed out. All the blocks are flushed out. All the blocks are flushed out. All the blocks are dissolved. നമ്മൾ ഏതെങ്കിലും രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാം. കർത്താവേ, നിന്റെ പ്രകാശം, ഈശോയുടെ ഹൃദയത്തിൽ നോക്കുന്ന രക്തം എൻ്റെ ഹൃദയത്തിൻ്റെ വാൽവിലൂടെ കടന്നുപോയി ആ അടഞ്ഞു കിടക്കുന്ന ഓരോ മേഖലകളെയും ഓരോ മേഖലകളെയും ഡിസോൾവ് ചെയ്യുക. പുറപ്പാട് 15:26 നമ്മെ പഠിപ്പിക്കുകയാണ്. പുറപ്പാട് 15:20 കർത്താവ് നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പുറപ്പാട് 15:26 അതാണ് നമ്മൾ മെഡിറ്റേഷനായിട്ട് എടുത്തത്. ആ ഈശോയുടെ പ്രകാശം നമ്മുടെ ഹൃദയത്തിൻ്റെ വാൽവിലൂടെ കടന്ന് ആ വാൽവിലൂടെ അതിൻ്റെ ബ്ലോക്കുകൾ ഫ്ലഷ്ഡ് ഔട്ട് ആകുന്നത്, അല്ലെങ്കിൽ ഡിസോൾവ് ചെയ്യുന്നത്, നിർവീര്യമായി പോകും. നമുക്ക് മനസ്സിലെ ഭാവനയിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. ഓരോ വാക്കിനൊരു ശക്തിയുണ്ട്. ആ വാക്ക് ഞാൻ ഓർക്കുകയാണ്, ഒരിക്കലെ ലിവർ മാറ്റി വയ്ക്കാനായിട്ട് വന്ന ഒരു വ്യക്തി ഒരു 4 മണിക്കൂർ സമയം ഇതിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് ഹീലിംഗ് പ്രയറിൻ്റെ സമയത്ത് ഇറ്റ് ഈസ് ഓൾ ദ സെൽസ് ഓഫ് മൈ ലിവർ ആർ റീജനറേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗ്ലോബൽ ഹോസ്പിറ്റലിലെ ഈ VT സ്റ്റേഷൻ്റെ അടുത്തുള്ളതാണ്. ഗ്ലോബൽ വലിയ ഹോസ്പിറ്റൽ 35 ലക്ഷത്തോളം രൂപ തയ്യാറാക്കി ഹോസ്പിറ്റൽ ട്രീറ്റ്മെൻറ്റിന് പോകുന്ന സമയത്ത് പിന്നീട് ആ 4 മണിക്കൂർ സമയം ഈ പ്രോസസ്സ് ചെയ്തു കഴിഞ്ഞപ്പോൾ ലിവർ അത് കംപ്ലീറ്റ് റീജനറേറ്റ് ആയിട്ട് കണ്ടു. പ്രിയമുള്ളവരെ, ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളെയും പുനഃസൃഷ്ടി ചെയ്യാനുള്ള കഴിവ്, ദൈവാത്മാവിൻ്റെ ശക്തി നമ്മളിലുണ്ട്. അതിനെ നമ്മൾ സന്നിവേശിപ്പിക്കുകയാണ്. അത് നമുക്ക് ഈ പ്രകാശത്തെ സ്വീകരിച്ച് നമുക്ക് ഓരോ അവയവത്തെയും സൗഖ്യപ്പെടുത്താം. അതുപോലെ തന്നെ ആ ആത്മാവായ ഈശോയുടെ ശരീരത്തെ നമ്മുടെ ശരീരവുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. ദ സ്പിരിറ്റ് ബോഡി ഓഫ് ജീസസ് കമ്മിങ് വെരി ക്ലോസർ ടു മീ, 4 feet, 3 feet, 2 feet, 1 feet. ഫൈനലി വി ഇൻ്റഗ്രേറ്റ്. ആ ഈശോയുടെ ആത്മാവ് എൻ്റെ ശരീരത്തിൽ, ദൈവത്തിൻ്റെ ആത്മാവ് മുഴുവനും, ദൈവാത്മാവ് ഈശോയുടെ ശരീരത്തിൽ, ഈശോയുടെ ഉത്ഥാനം ചെയ്ത ആത്മാവ് എൻ്റെ ശരീരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യണം. ദൈവത്തിൻ്റെ ഒരു ആവാസം, ഈശോയുടെ ഉത്ഥാനം ചെയ്ത ഈശോയുടെ ആവാസം നമ്മുടെ ശരീരത്തെ ഏറ്റെടുക്കുകയാണ്.
കാരണം എന്താണ്? ഈശോയുടെ ശരീരം പൂർണ്ണമാണ്. എന്നിട്ട് നമ്മുടെ ബ്രെയിൻ ഈസ് എ ബ്രെയിൻ ഓഫ് ജീസസ്, മൈ ഐസ് ആർ ഐസ് ഓഫ് ജീസസ്. ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും, ഏതൊക്കെ അവയവങ്ങളാണ് നമുക്ക് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവയെ നമ്മുടെ ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗവുമായിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഹീലിംഗ്, അതിനുശേഷമാണ് നമ്മൾ ഹീലിംഗ് നമുക്ക് പറയാവുന്നത്. അതിനുശേഷം നമുക്കിങ്ങനെ വേണമെങ്കിൽ ഒരു രോഗത്തിൻ്റെ അവസ്ഥ അനുസരിച്ചിട്ട്, ഇപ്പോൾ വലിയ ക്യാൻസർ രോഗികളാണെങ്കിൽ പറയാറുണ്ട്, ഒരു 4 മാസം 1000 പ്രാവശ്യമൊക്കെ 2 മണിക്കൂറൊക്കെ സമയം കിടന്ന് പറയണം, ഐ ആം കംപ്ലീറ്റ്ലി ഹീൽ, ഞാൻ പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു, ഞാൻ പൂർണ്ണമായി സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ അത് നമ്മുടെ മനസ്സിൽ തന്നെ പറയുക. നമ്മുടെ മനസ്സിൽ പറയാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് കേട്ടുകൊണ്ട് കിടന്നാലും മതി. നമുക്ക് ഏതെങ്കിലും ശാരീരികമായിട്ട് ഇപ്പം നമുക്ക് എന്തെങ്കിലും ചിലപ്പോൾ ചില ദിവസങ്ങളിൽ എന്തോ നമ്മുടെ ശരീരത്തിൽ തന്നെ ഫീൽ ചെയ്യുകയാണ്, എന്തോ രോഗം വരാനായിട്ട് പോകുന്നു. അങ്ങനെ നമുക്കൊരു ഫീലിംഗ് വരുന്നുണ്ടെങ്കിൽ നമ്മളൊരു 2 മണിക്കൂർ കിടന്ന് നമ്മോട് തന്നെ പറയുക, ഐ ആം കംപ്ലീറ്റ്ലി ഹീൽഡ്, ഐ ആം കംപ്ലീറ്റ്ലി ഹീൽഡ്, നമ്മോട് തന്നെ പറയുകയാണ്. അങ്ങനെ 2 മണിക്കൂർ പറഞ്ഞാൽ മതി. പിന്നെ നേരം വെളുത്ത് പിറ്റേ ദിവസം എഴുന്നേൽക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് എഴുന്നേറ്റ് വരാൻ പറ്റും. നിങ്ങളെ തന്നെ സൗഖ്യപ്പെടുത്തുക. അത് വിശ്വാസത്തോടു കൂടി ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വചനം നമുക്ക് ഏറ്റു പറയാൻ സാധിക്കണം. എന്നിട്ട് അതിന് ശേഷം പിന്നെ നമുക്ക് പറയാം, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഹെൽത്തിൻ്റെ അഫർമേഷൻസ് കൊടുക്കുക. ഓരോ ദിവസം കൂടുതൽ കൂടുതൽ ആരോഗ്യം നൽകും, നന്ദി പറയുന്നു. ഈ വചനം ഞാൻ ജീവിതകാലം മുഴുവനും ഇൻ ജീസസ് ഐ ആം ഓൾവേസ് ഹാവിങ് ലോങ് ലൈഫ്, ഐ ആം ഓൾവേസ് പെർഫെക്റ്റ്ലി ഹെൽത്തി, സ്ട്രോങ് ആൻഡ് പവർഫുൾ. അത് നമ്മോട് തന്നെ പറ്റുമെങ്കിൽ ഒരു 100 പ്രാവശ്യമൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണം. ഞാൻ എപ്പോഴും ആരോഗ്യവും ശക്തിയുമുള്ള വ്യക്തിയാണെന്ന് നമ്മോട് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, ഓൾ മൈ മെഡിക്കൽ റിപ്പോർട്ട്സ് ആർ നോർമൽ ആൻഡ് പെർഫെക്റ്റ്, നോർമൽ ആൻഡ് പെർഫെക്റ്റ്. അത് നമ്മൾ പറഞ്ഞ് നമ്മൾ തന്നെ പ്രോഗ്രാം ചെയ്യുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ശരീരത്തെ തന്നെ സൗഖ്യപ്പെടുത്താൻ നമുക്ക് കഴിവുണ്ട്, അത് സാധിക്കും എന്നുള്ളതാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമുക്ക് മെഡിറ്റേഷനിലേക്ക് നീങ്ങാം. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, മെഡിറ്റേഷനിലേക്ക് നീങ്ങുന്നത് നമ്മുടെ ആൽഫ വേവ്സിലേക്ക് നമ്മുടെ ബ്രെയിനെ മാറ്റുക. അതൊരു നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഹിഡൻ പവേഴ്സിനെ മുഴുവനും റിലീസ് ചെയ്യുന്നത്, നമ്മളിലുള്ള ആത്മശക്തി, ആന്തരിക ശക്തി, ദൈവീക ശക്തിയെ ഉണർത്തുന്നതിനാണ്. ആ ദൈവീകമായ ശക്തിയാൽ ജീവിതത്തിൽ വേണ്ടതൊക്കെ നേടിയെടുക്കുന്നതിനാണ് നമ്മുടെ മനസ്സിനെ ഈ ഏകാന്തതയിലേക്ക്, ട്രാൻസിലേക്ക് കൊണ്ടുപോകുന്നത്. അത് നമ്മൾ ഇടയ്ക്ക് ഒന്ന് പ്രാക്ടീസ് ചെയ്യണത്. നമ്മൾ ഇനി ഒരു 5 ദിവസം കൂടി ബാക്കിയുള്ളൂ. അപ്പം നിങ്ങൾ ഇടയ്ക്കൊന്ന് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളതിൽ മാസ്റ്ററിങ് നേടണം. അതിൽ നിങ്ങൾ ഒരു വലിയ ഒരു മാസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പൂർണ്ണമായിട്ടും സ്വയം എനിക്ക് എന്നെ തന്നെ ദൈവാത്മാവുമായിട്ട് കണക്ട് ചെയ്യാൻ, എൻ്റെ ഉള്ളിലുള്ള ആന്തരികമായ ശക്തിയെ മുഴുവനും ഉണർത്തി എഴുന്നേൽപ്പിക്കാൻ, അങ്ങനെ ജീവിതത്തിലെ ഏത് കാര്യങ്ങളാണെങ്കിലും നേടിയെടുക്കാൻ കഴിവും പ്രാപ്തിയുമുള്ളവരായിട്ട് നമ്മൾ മാറണം. അതുകൊണ്ടാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം. നമുക്ക് നേരെ ഇരിക്കാം. നമ്മളെ നട്ടെല്ല് നിവർന്നിരിക്കുന്നു.
Slowly breathe in and breathe out. നമ്മൾ ദൈവാത്മാവിൽ ലയിച്ച് നമ്മൾ നേരെ ഇരിക്കുന്നു, നട്ടെല്ല് നിവർന്നിരിക്കുന്നു, ശിരസ് ഉയർത്തിപ്പിടിക്കുന്നു, നമ്മുടെ കൈകൾ രണ്ടും നമ്മുടെ തുടയോട് ചേർത്ത് വയ്ക്കുന്നു, നമ്മുടെ തള്ളവിരലും ചൂണ്ടുവിരലും പ്രസ് ചെയ്ത് ഒരു മെഡിറ്റേറ്റീവ് പൊസിഷനിൽ നമ്മൾ ഇരിക്കുകയാണ്. സ്ലോലി ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്. ശ്വാസോച്ഛ്വാസത്തെ നമ്മൾ ക്രമീകരിക്കുക. ഒരു 3 പ്രാവശ്യം നമ്മുടെ ശ്വാസം എടുക്കുന്നത് അത് നമ്മൾ അവെയറാകുക, അതേക്കുറിച്ച് അവബോധത്തിലാകുക. നമ്മൾ ദീർഘശ്വാസം എടുക്കുകയും അത് ഹോൾഡ് ചെയ്ത് സാവധാനം ശ്വാസം വിടുകയും ചെയ്യുക. നമ്മൾ ശ്വാസോച്ഛ്വാസം എടുക്കുമ്പോൾ ഈശോയുടെ ആത്മാവ് നമ്മുടെ ശരീരം മുഴുവനും വ്യാപരിക്കുന്നതായിട്ട് കാണുക. സൗഖ്യത്തിൻ്റെ ആത്മാവ് പ്രവേശിക്കുന്നതായി, ദൈവത്തിൻ്റെ ആത്മാവ് കടന്ന് നമ്മുടെ ജീവിതത്തെ മുഴുവനും നവീകരിക്കുന്നതായിട്ട് കാണുക. ശ്വാസം പുറത്തു പോകുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ഭയങ്ങൾ, ഉത്കണ്ഠകൾ, രോഗത്തിന് കാരണമായ മേഖലകൾ, നമ്മുടെ ആന്തരികമായ മുറിവുകൾ, ഇതൊക്കെ എല്ലാ നെഗറ്റീവ് പവേഴ്സുകളും നമ്മൾ പുറത്തേക്ക് പോകുന്നതായിട്ട് കാണുക. സാവധാനം ശ്വാസം എടുക്കുക. Slowly breathe in and hold on for a moment and slowly breathe out. Just aware your breathing. സാവധാനം ശ്വാസം എടുക്കുന്നു, hold on, slowly breathe out. മനസ്സിതാ ശാന്തമായിരിക്കുന്നു. നമ്മുടെ ശിരസ് മുതൽ കാൽപാദം വരെയും ഇതാ വിശ്രമത്തിന്റെ ആത്മാവ് പ്രവഹിക്കുന്നതായിട്ട് അനുഭവിക്കുക. Wave of relaxation coming. വിശ്രമത്തിന്റെ ആത്മാവ് നമ്മുടെ ശിരസ് മുതൽ കാൽപാദം വരെയും പ്രവേശിക്കുന്നതായിട്ട് കാണുക. പൂർണ്ണമായി വിശ്രമം കൊടുക്കുക. Slowly breathe in and breathe out. Slowly breathe in and breathe out. ശിരസിന്റെ മുകൾ ഭാഗം മനസ്സിൽ കൊണ്ടുവരിക. വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. നെറ്റിയുടെ ഭാഗം വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. The wave of relaxation coming. The wave of relaxation coming. ശിരസിന്റെ മുകൾ ഭാഗം വിശ്രമം കൊടുത്തിരിക്കുന്നു, മറന്നു കളയുക. നെറ്റിയുടെ ഭാഗം മനസ്സിൽ കൊണ്ടുവരുന്നു, വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. The wave of relaxation coming to your face. Relax and forget it. Your eyes are relaxed. Your eyelids are closed. It is stuck. You cannot open it. It is closed. Your face is relaxed. All the internal organs of your head is relaxed. All the tension, stress, it is released. Your neck is relaxed.
Your throat is relaxed. Your shoulder is relaxed. The wave of relaxation. ശാന്തതയുടെ ആത്മാവ്, it is coming to your shoulder. കഴുത്തിന്റെ നെക്കിന്റെ ഭാഗം, കഴുത്തിന്റെ അസ്ഥിയുടെ മേഖലകളിലെ എന്തെങ്കിലും തേയ്മാനങ്ങളുണ്ടെങ്കിൽ it is completely regenerate. Visualize it. All the bones in the neck, it is regenerated. Your neck is perfect. Your shoulder is relaxed. The wave of relaxation. ശാന്തതയുടെ ആത്മാവ് വലത് കൈയിലേക്ക് വരുന്നു. വലത് കൈയിന്റെ മസില്, കാൽമുട്ടുകൾ, കൈമുട്ടുകൾ, കണങ്കൈ, കൈവിരലുകൾ വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. വലത് കൈ പൂർണ്ണമായി വിശ്രമാവസ്ഥയിലായിരിക്കട്ടെ. ഇടത് കൈയിന്റെ മസില്, കൈമുട്ട്, കൈയിന്റെ വിരലുകൾ വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. രണ്ട് കൈകൾക്കും വിശ്രമാവസ്ഥയിലായിരിക്കുന്നു. The wave of relaxation coming to your chest, to your stomach. The wave of relaxation coming to your spine. നട്ടലിന്റെ ഓരോ മേഖലകളിലും ദൈവത്തിന്റെ ആത്മാവ് പ്രവഹിക്കട്ടെ. നട്ടലിലെ ഓരോ കശേരുകളെയും ദൈവീക ക്രമത്തിൽ അതിനെ ക്രമീകരിച്ചിരിക്കുന്നു. All the joints are in the divine order. Any bones are having any damage, it is regenerated. All the back muscles are relaxed. Your chest, see it in your mind, relax and forget it. വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. ഹൃദയത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവഹിക്കട്ടെ. ഈശോയുടെ രക്തം ഹൃദയത്തിന്റെ വാൽവിലൂടെ ഒഴുകട്ടെ. അവിടെ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ അവയൊക്കെ നിർവീര്യമാക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് പ്രവഹിച്ച് ഹൃദയത്തിന്റെ ഓരോ ധമനികളെയും കോശങ്ങളെയും പുനഃസൃഷ്ടി ചെയ്യട്ടെ. ഇതാ ദൈവത്തിന്റെ ആത്മാവ് കിഡ്നിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. സ്വർഗീയ പ്രകാശം കിഡ്നിയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. കിഡ്നിയുടെ ഓരോ കോശങ്ങളെയും പുനഃസൃഷ്ടി ചെയ്തിരിക്കുന്നു. കിഡ്നിയുടെ ക്രയാറ്റിൻ നോർമലാണ്. ലിവർ, ഇതാ ദൈവത്തിന്റെ ആത്മാവ് ലിവറിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ലിവറിന്റെ ഓരോ കോശങ്ങളെയും പുനഃസൃഷ്ടി ചെയ്തിരിക്കുന്നു. അത് പൂർണ്ണതയിൽ പ്രവർത്തിക്കുന്നു, പൂർണ്ണ ആരോഗ്യത്തിൽ പ്രവർത്തിക്കുന്നു. ദൈവാത്മാവ് നമ്മുടെ ഉദരത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഡൈജസ്റ്റീവ് സിസ്റ്റം വർക്കിംഗ് ഇൻ ദ ഡിവൈൻ ഓർഡർ. എൻ്റെ ഉദരഭാഗം മുഴുവനും ദൈവാത്മാവിൽ പ്രവർത്തിക്കുന്നതായിട്ട് മനസ്സിലാക്കുക. ദൈവാത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ച് എൻ്റെ ദഹനേന്ദ്രിയങ്ങളെ മുഴുവനും ദൈവീക കൃപയിൽ പ്രവർത്തിപ്പിക്കുന്നു. I receive a proper digestive system is working. ശരീരത്തിന്റെ അരക്കെട്ടിന് മുകൾ ഭാഗമുള്ള എല്ലാം വിശ്രമാവസ്ഥയിലായിരിക്കുകയാണ്. The wave of relaxation is coming. The whole your upper part of your body is completely relaxed. പൂർണ്ണമായി വിശ്രമാവസ്ഥയിലായിരിക്കുന്നു. ഇത് അരക്കെട്ടിന്റെ താഴെ വലത് കാല്, കാലിന്റെ തുടയുടെ ഭാഗം, കാലിന്റെ മുട്ടുകൾ, മസിലുകൾ, കാൽപാദം, വിരലുകൾ വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. ഇടതുകാലിന്റെ മസില്, കാൽമുട്ടുകൾ, കണങ്കാൽ, കാൽപാദങ്ങൾ,
വിശ്രമം കൊടുക്കുക, മറന്നു കളയുക. എൻ്റെ ശരീരം മുഴുവനും വിശ്രമാവസ്ഥയിലായിരിക്കുന്നു. എൻ്റെ ശരീരം മുഴുവനും വിശ്രമാവസ്ഥയിലായിരിക്കുന്നു. ഞാൻ പൂർണ്ണമായ ആരോഗ്യത്തിലായിരിക്കുന്നു, പൂർണ്ണമായ വിശ്രമാവസ്ഥയിലായിരിക്കുന്നു. കംപ്ലീറ്റ്ലി റിലാക്സ്, കംപ്ലീറ്റ്ലി റിലാക്സ്. Wave of relaxation is coming. ഓരോ ശ്വാസോച്ഛ്വാസം എടുക്കുമ്പോഴും കൂടുതൽ കൂടുതൽ ആഴമേറിയ വിശ്രമാവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഇനി നിങ്ങൾ എൻ്റെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. ഇനി നിങ്ങൾ എൻ്റെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. മനസ്സിതാ ഏകാഗ്രമായിരിക്കുന്നു. മനസ്സിതാ പൂർണ്ണമായി ശാന്തതയിൽ ലയിച്ചിരിക്കുന്നു. ഇനി ഞാൻ 25 മുതൽ 1 വരെ എണ്ണുകയാണ്. ഓരോ പ്രാവശ്യവും താഴോട്ട് എണ്ണുമ്പോൾ കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 25, 24, 23, 22, 21. ഓരോ പ്രാവശ്യവും താഴോട്ട് എണ്ണുമ്പോൾ കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് നീങ്ങുന്നു, വിശ്രമാവസ്ഥയിലേക്ക് നീങ്ങുന്നു. 20, 19, 18, 17, 16, 15, 14, 13, 12, 11. Deeper, deeper and deeper relax. ഓരോ പ്രാവശ്യവും താഴത്തോട്ട് എണ്ണുമ്പോൾ കൂടുതൽ കൂടുതൽ വിശ്രമാവസ്ഥയിലേക്ക് നീങ്ങുന്നു. 9, 10, 9, 8, 7, 6, 5, 4, 3, 2, 1. പൂർണ്ണമായ വിശ്രമാവസ്ഥയിലായിരിക്കുന്നു. പരിപൂർണമായ വിശ്രമാവസ്ഥയിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. എൻ്റെ ശരീരം വിശ്രമാവസ്ഥയിലാണ്. എൻ്റെ മനസ്സ് വിശ്രമാവസ്ഥയിലാണ്. I am deeply relaxed. ഇനി നമ്മൾ കൂടുതൽ ആഴത്തിൽ ആത്മാവിൻ്റെ മണ്ഡലത്തിലേക്ക്, ശരീരം വിശ്രമാവസ്ഥയിലായി, മനസ്സ് വിശ്രമാവസ്ഥയിലായി, ഇനി ആത്മാവിൻ്റെ തലം കൂടുതൽ വിശ്രമാവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. നമ്മൾ ഭാവനയിലെ ഒരു ലിഫ്റ്റിൽ നിൽക്കുന്നതായിട്ട് കാണുക. ആ ലിഫ്റ്റ് വലിയൊരു കിണറുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ഭൂമിയുടെ ആഴത്തിലേക്ക് നീങ്ങുന്ന ലിഫ്റ്റാണ്. അത് വളരെ സുരക്ഷിതമായി ഘടിപ്പിച്ചിരിക്കുന്നു. എല്ലാവിധ ഓക്സിജനും. We receive comfortable, peaceful, safe journey. And close the lift, enter into the lift, close the lift, switch on the lift. It started to move. 10, going deeper, കൂടുതൽ കൂടുതൽ ആഴത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓരോ പ്രാവശ്യവും കൗണ്ട് ചെയ്യുമ്പോൾ we get a deeper relax. 9, it's going down deeper. 8, 7, 6, 5, 4, 3, 2, 1. Deeper relax. Deeper relax. Deeply relax. I enjoy deeper relaxation. ഞാനിതാ ദൈവത്തിൽ ലയിച്ചിരിക്കുകയാണ്. ദൈവാത്മാവ് എന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പൂർണ്ണമായും സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ഞാൻ പൂർണ്ണമായും സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അവിടെ നിന്ന് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഞാൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നു. എൻ്റെ ജീവിതം വലിയൊരു അനുഗ്രഹമാകുന്നു. I attract
ഗ്രേറ്റ് ആൻഡ് ഗ്ലോറിയസ് തിങ്സ്. മഹത്തായ അനുഗ്രഹങ്ങൾ എന്നിലേക്ക് കടന്നു വരുന്ന നന്ദി പറയുന്നു. എല്ലാ ഉദ്യമങ്ങളിലും വിജയം നൽകുന്നതിനെ നന്ദി പറയുന്നു. ഫീൽ ഇറ്റ്. ഐ ആം കോൺഫിഡൻറ്റ്. ഐ ആം കോൺഫിഡൻറ്റ്. ഞാൻ നല്ല ആത്മവിശ്വാസമുള്ള വ്യക്തിയാണ്. ഞാൻ നല്ല ആത്മവിശ്വാസവും ധൈര്യവുമുള്ള വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിലേക്ക് നന്മയായ കാര്യങ്ങൾ മാത്രം കടന്നു വരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും ദാനങ്ങളാലും ഫലങ്ങളാലും ഞാൻ നിറയപ്പെട്ടിരിക്കുന്നു. ഈശോയുടെ രക്തത്തിൽ ഞാൻ വാക്സിനേഷൻ എടുത്തിരിക്കുന്നു. ഞാൻ യേശു ക്രിസ്തുവിൽ പാപമോചനം നേടിയിരിക്കുന്നു. ഞാൻ വിശുദ്ധിയുള്ള വ്യക്തിയാണ്. ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നീതിയുള്ള വ്യക്തിയാണ്. പൂർണ്ണമായി വിടുതൽ പ്രാപിച്ച് ഞാനൊരു പുതിയ സൃഷ്ടിയാകുന്നു. ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ ജീവിതം അനേകർക്ക് അനുഗ്രഹമാണ്. ഓരോ ദിവസവും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞാൻ കൂടുതൽ കൂടുതൽ അനുഗ്രഹം പ്രാപിക്കുന്നു. ഞാൻ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധി പ്രാപിക്കുന്നു. ഓരോ ദിവസവും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഞാൻ സമൃദ്ധി നേടുന്നു, ഐശ്വര്യം നേടുന്നു. ആരോട് പറഞ്ഞാലും ആർക്കും വിശ്വസിക്കാൻ പറ്റാത്ത മഹത്തായ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. എൻ്റെ ജീവിതം വഴി അനേകർക്ക് നന്മയുണ്ടാകുന്നു. എൻ്റെ ജീവിതം വഴി അനേകർക്ക് നന്മ ലഭിക്കുന്നു. അനേകം പേർ അനുഗ്രഹിക്കപ്പെടുന്നു. ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള പദ്ധതി ഞാൻ പൂർത്തീകരിക്കുന്നു. എൻ്റെ ജീവിതം അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറുന്നു. ഞാൻ സ്നേഹമുള്ള വ്യക്തിയാകുന്നു. ഞാൻ ശാന്തതയുള്ള വ്യക്തിയാകുന്നു. ഞാൻ സമാധാനമുള്ള വ്യക്തിയാകുന്നു. ഞാൻ എല്ലാവരോടും മാധുര്യത്തോടെ സംസാരിക്കുന്നു. ഞാൻ കഴിവും പ്രാപ്തിയുമുള്ള വ്യക്തിയാകുന്നു. ഞാൻ അച്ചടക്കവും ക്രമവും ചിട്ടയുമുള്ള വ്യക്തിയാകുന്നു. എൻ്റെ ജീവിതം അടക്കും ചിട്ടയുമുള്ള ഒരു ജീവിതമാണ്. ക്രമവും ചിട്ടയുമുള്ള ഒരു ജീവിതമാണ്. ഞാൻ എൻ്റെ സമയത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു. ഞാൻ എപ്പോഴും പൂർണ്ണ ആരോഗ്യത്തിൽ ജീവിക്കുന്നു. ഞാൻ ദീർഘായുസ്സുള്ള വ്യക്തിയാകുന്നു. ഞാൻ ദീർഘായുസ്സുള്ള വ്യക്തിയാകുന്നു. ഞാൻ ദീർഘായുസ്സിൽ ജീവിക്കുന്നു. ഞാൻ ദീർഘായുസ്സിൽ ജീവിക്കുന്നു. ഞാൻ എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖത്തോടെ ജീവിക്കുന്നു. സന്തോഷമുള്ള വ്യക്തിയാണ്. ആഹ്ലാദമുള്ള വ്യക്തിയാണ്. ആനന്ദമുള്ള വ്യക്തിയാണ്. ഞാൻ ശാന്തതയിൽ ജീവിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എൻ്റെ കുടുംബം അനുഗ്രഹമാകുന്നു. എൻ്റെ മക്കൾ അനുഗ്രഹമാകുന്നു. ഈശോയുടെ രക്തത്താൽ എൻ്റെ മക്കൾ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. എൻ്റെ മക്കൾ വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. എൻ്റെ മക്കൾ വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. എല്ലാ തിന്മകളിൽ നിന്ന് വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. എൻ്റെ മക്കൾക്ക് ചുറ്റും സ്വർഗീയ വേലി കെട്ടി സംരക്ഷിക്കുന്നതിന് നന്ദി പറയുന്നു. കർത്താവ് എൻ്റെ മക്കളെ പഠിപ്പിക്കും. അവർ വിജയശ്രീലാളിതരായി തീരും. ഞാൻ ഐശ്വര്യമുള്ള വ്യക്തിയാണ്. കർത്താവേ, നിന്റെ ആത്മാവിനെ ലോകം മുഴുവൻ്റെ മേലും അയക്കണമേ. ലോകം മുഴുവനും സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവേ, നിന്റെ ആത്മാവിനെ ലോകം മുഴുവൻ്റെ മേൽ അയക്കട്ടെ. ഈ ലോകം മുഴുവനും ഈശോയുടെ ആത്മാവ് സ്വീകരിക്കട്ടെ. ഈശോയെ സ്വീകരിക്കട്ടെ. ദൈവമേ, നിന്റെ ആത്മാവിനെ സഭയുടെ മേൽ അയക്കണമേ.
സഭയെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അയച്ച് വലിയ ആത്മീയമായ അഭിഷേകത്താൽ നിറയ്ക്കണമേ. വലിയ സുവിശേഷ വേലകൾ സംഭവിക്കട്ടെ. കർത്താവേ, നിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ. ഭൂമുഖം മുഴുവനും നവീകരിക്കണമേ. നിന്റെ രാജ്യം വരണമേ. Let thy kingdom come. The Spirit is moving, hovering over the whole world. The whole world receive the peace of Jesus, the love of Jesus, the healing of Jesus. പൂർണ്ണമായി വിടുതൽ നൽകണമേ. ഇനി നമ്മൾ 1 മുതൽ 5 വരെ എണ്ണുകയാണ്. 1 മുതൽ 5 എണ്ണുമ്പോൾ 1 മുതൽ 5 എണ്ണുന്ന സമയത്ത് സാവധാനം കണ്ണുകൾ തുറക്കുന്നു. സാവധാനം കണ്ണുകൾ തുറക്കുന്നു. ഒന്ന്, 2, 3. 1 മുതൽ 5 വരെ എണ്ണുകയാണ്. 5 എണ്ണുമ്പോൾ ഉണർവിലേക്ക് കടന്നു വരുന്നു. പുഞ്ചിരിക്കുന്ന ഒരു മുഖമായി, നല്ല ആത്മവിശ്വാസമുള്ള വ്യക്തിയായി ഉണർവിലേക്ക് വരികയാണ്. 4, 5 സാവധാനം കണ്ണുകൾ തുറക്കുകയാണ്. നമ്മൾ 1 മുതൽ 5 വരെ എണ്ണുകയാണ്. 1 മുതൽ 5 വരെ എണ്ണുകയാണ്. 1, 2, 3. 5 എണ്ണുമ്പോൾ ഉണർവിലേക്ക് വരുന്നു, അവബോധത്തിലേക്ക് വരുന്നു. പുഞ്ചിരിക്കുന്ന മുഖമായി, ആത്മവിശ്വാസത്തോടെ ഈ ദിവസത്തെ നമ്മൾ വെൽക്കം ചെയ്യുന്നു. ഇത് കർത്താവിൻ്റെ ദിവസമാണ്. മഹത്തായ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. മഹത്തായ അനുഗ്രഹങ്ങൾ എനിക്ക് നൽകുന്നതിന് നന്ദി പറയുന്നു. Only good things are coming. Great and glorious things are coming. Today is an exciting day, joyful day, blessed day. Slowly, with all the joy and happiness, come to the consciousness. 4, 5. Slowly open your eyes, feel fresh. സാവധാനം കണ്ണുകൾ. Rub your hand, rub your face. സാവധാനം കണ്ണുകൾ തുറക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളെ നമ്മൾ 8 മണിക്ക്, നാളെ വ്യാഴാഴ്ചയാണ്, 8 മണിക്ക് കൂടുകയാണ്. നാളെ 8 മണിക്ക് കൂടുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നാളെ നമ്മളൊരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ളതായിരിക്കും അധികം എടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഏറ്റവും അവസാനം നമ്മൾ ഇനി 5 ദിവസമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ അവസാനത്തെ ഒരു ഈവനിങ് സെഷൻ എന്ന് പറയുന്നത് ഒരു അനോയിന്റിങ് പ്രയർ ആയിരിക്കും, അഭിഷേക പ്രാർത്ഥനയായിരിക്കും. അതുകൊണ്ട് നാളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യാനായിട്ട് സൗകര്യം ഉണ്ടാകും. നമുക്കെല്ലായ്പ്പോഴും നമ്മൾ കുറച്ച് പേരുണ്ട്, എല്ലാവരും ഒരു വാക്കെങ്കിലും ഒന്ന് സംസാരിക്കുക. നിങ്ങൾക്കൊന്ന് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. 1 മിനിറ്റ് മതി, 1 മിനിറ്റ് ആയാലും മതി. ഇതിനെന്തെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ പറയാം. അതുപോലെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ഒരു ചെറിയൊരു സമ്മറൈസ് ആണ്, ഷെയറിങ് സെഷൻ. നമുക്ക് വേറെ കൂടുതൽ കാലത്ത് പറ്റത്തില്ല, ഈവനിങ് സെഷനിൽ പറ്റത്തുള്ളൂ. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള സമയം ഇന്ന് നമ്മൾ ക്ലാസ് ആയിട്ട് എടുക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കും. ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഓക്കെ.